ഹായ് ഹലോ SK Buddhist പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഡിയോ കാസർഗോഡ് എന്ന അക്കൗണ്ടിൽ നിന്ന് നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു. നമുക്കൊരു മൈട്രസോ ഒന്ന് പരിചയപ്പെടുത്താൻ. നമ്മൾ ഇന്ന് ആ മെഷീനാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മൈട്രസോ. ഇത് നമ്മൾ ഏകദേശം മേടിച്ചിട്ട് 10 വർഷം കഴിഞ്ഞാണ്. ഇതാണ് നമ്മൾ റീസെൻ്റായിട്ട് പുതിയതായിട്ട് മേടിച്ച മൈട്രസോയാണ് ഇത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇത് 240 വോൾട്ടിൻ്റെ 60 ഹെർട്സിൻ്റെ 2000 വാട്ടിൻ്റെ മെഷീനാണ് ഇത് വരുന്നത്. ഇത് വരുന്നതെന്ന് വെച്ചാൽ DCA എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഷീനാണ് വരുന്നത്. ഇത് വരുന്നതെന്ന് വെച്ചാൽ പൗടെക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഇത് നമ്മൾ പണ്ട് മേടിച്ചതാണ്. ഇത് മെയിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടും തടി കട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമ്പികൾ കട്ട് ചെയ്യാൻ ആണ് മെയിനായിട്ട് നമുക്കിത് ഉപയോഗിക്കുന്നത്. ഇതാണ് തടി കട്ട് ചെയ്യാൻ ബ്ലേഡ് വരുന്നത്. നമ്മുടെ നോർമൽ പ്ലെയിനറിലേക്ക് ഇടുന്ന ടൈപ്പ് കട്ടറിലൊക്കെ ഇടുന്ന വലിയ ബ്ലേഡാണ് ഇത് വരുന്നത്. അടുത്ത് പറഞ്ഞത് ഇരുമ്പ് കട്ട് ചെയ്യാനുള്ള ബ്ലേഡാണ്. ഇതാണ് ഇരുമ്പ് കട്ട് ചെയ്യാനുള്ള ബ്ലേഡ് വരുന്നത്. കൂടാതെ നമ്മൾ തന്നെ ഈ ചിറ്റാനെയൊക്കെ കുറുമ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു ബ്ലേഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചാൽ മെറ്റൽ കട്ട് ചെയ്യുന്ന ഈ ബ്ലേഡ് തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ പൊക്കത്ത് നമ്മൾ സാൻഡ് പേപ്പർ ഒട്ടിച്ചിട്ട് അത് ശരിക്കും ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് അത് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് ഇതിൽ ചിറ്റാനി വെച്ചാണ് നമ്മൾ കുറുമിച്ചാണ് ഇത് നമ്മൾ ചിറ്റാനി ഉണ്ടാക്കുന്നത്. ഏകദേശം ഇങ്ങനെ നമ്മൾ ഓടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് കുറുമിച്ചാണ് നമ്മൾ ഇത് ചിറ്റാനി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഈ പുതിയ മെഷീൻ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എന്ത് വെച്ച് നമ്മൾ മെറ്റൽ കട്ട് ചെയ്താലും വുഡ് കട്ട് ചെയ്താലും നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഈസി വർക്കിന് വേണ്ടിയിട്ടും സമയ ലാഭത്തിന് വേണ്ടി നമ്മളത് എടുത്ത് കളഞ്ഞേക്കുവാണ്. പിന്നെ ഇത് ഓൾഡ് മെഷീൻ ആയതുകൊണ്ട് ഇവിടെ വരുന്ന ക്ലാമ്പല്ല ഇതിൻ്റെ പോയിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഒരു തടി കട്ട് ചെയ്ത് ഇട്ടിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ആ ക്ലാമ്പ് കാണാൻ പറ്റും. ഇതാണ് ഇത് വരുന്ന ക്ലാമ്പ്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ആംഗിളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു മൈട്രസോയാണ്. ഇപ്പം നമുക്ക് പുറത്ത് അവൈലബിൾ ആയിട്ട് പല ആംഗിളിലും പല ഷേപ്പിലും കട്ട് ചെയ്യാൻ പറ്റുന്ന മീറ്റർസോ അവൈലബിൾ ആണ്. ഇത് പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള മോഷൻ മാത്രമാണ് വരുന്നുള്ളൂ. പുതിയ ഇറങ്ങണയിൽ ആംഗിൾ അനുസരിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന മീറ്റർസോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബേസും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇപ്പോൾ വരുന്ന മീറ്റർസോകളെല്ലാം. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മെഷീൻ വരുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ലോക്കിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്, മെക്കാനിസം വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ബ്ലേഡ് പിന്നെ സ്റ്റക്കായിട്ടിരിക്കും, ഇത് ലോക്കായിട്ടിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബോൾട്ട് യൂസ് ചെയ്യണം. ബോൾട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാഷർ ടൈപ്പ് ഒരു ഇത് വരുന്നുണ്ട്. അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലേഡ് ഊരാവുന്നതാണ്. അടുത്ത് നമുക്ക് ഈ ബ്ലേഡ് ഒന്ന് ഇട്ട് നോക്കാം. വേറെ ഒന്നും ഇത് നോർമലായിട്ട് കയറ്റിയിടുക. അടുത്ത ഈ വാഷർ ഇടുക. പിന്നെ നമുക്ക് ടൈറ്റ് ചെയ്യുക. ഓൾറെഡി ഇവിടെ ലോക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ കറങ്ങത്തില്ല. അത് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലേഡ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മളിതിൽ മെറ്റലാണെങ്കിലും വുഡ് ആണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്ലേറ്റിനോട് ചേർത്ത് വെച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചൊക്കെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷീൻ താത്തുമ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഈ സാധനം കറക്റ്റായിട്ട് ചേർത്താൻ കൊണ്ടുപോകും. അപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവാനും ഇഞ്ചുറി ഒക്കെ വരാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും സേഫ്റ്റി വെച്ച് അതുകൊണ്ടാണ് അവർ ഇത് തിരിച്ചു പോകാതിരിക്കാനാണ് ഇവിടെ ഒരു ക്ലാമ്പ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കത് സമയം നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഊരി കളഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും സേഫ്റ്റി ആയിട്ട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും കട്ട് ചെയ്യുന്നത്. എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ അത് വെച്ച് ക്ലാമ്പ് വെച്ച് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് ആംഗിൾ കട്ട് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിൾ വരെയാണ് നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നത്. പുതിയ ഇറങ്ങുന്ന സോയിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആംഗിൾ മാത്രമാണ് കട്ട് ചെയ്യാൻ പറ്റും. പുതിയ മെഷീനിലുള്ള ഇങ്ങനെയുള്ള ആംഗിളും ഇതിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഈസി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇതിലൊരു മെറ്റലിൻ്റെ ഒരു ചെങ്ങല പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. അതിൽ ഈ കുക്കിയിട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പൊങ്ങത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഹാൻഡിൽ പിടിച്ച് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാവുന്നതുകൊണ്ട് ഇത് അത്യാവശ്യം വെയിറ്റ് കൂടിയ മെഷീനാണ്. നമുക്ക് ഇതിൻ്റെ വേറെ രണ്ട് ഫീച്ചർ വരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്പ്രിംഗ് മെക്കാനിസം ഉള്ളതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങിപ്പോക്കോളും. അതുപോലെ തന്നെ നമുക്ക് ഒരു കട്ട് ചെയ്യണ ഒരു തടിക്ക് എന്തോ ഒരു ആഴത്തിൽ കട്ട് ചെയ്യണം. ഫുള്ള് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബോൾട്ടും നട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ബോൾട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഇത് താഴണം, എന്തോ ഒരു ഇത് ആഴത്തിൽ തടി വേണം നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊക്കിയിട്ട് കൊടുത്താൽ നമുക്ക് ഇത് ഇവിടെ തട്ടി നിൽക്കുമ്പോൾ അത്ര രീതിയിലാണ് ഇവിടെ താഴെയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുടുംബങ്ങളൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മളെല്ലാ മെഷീനിലും പറയുന്ന പോലെ തന്നെ ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും സേഫ്റ്റി നോക്കുക. കാരണം മെറ്റലൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊരുപ്പൽ എപ്പോഴും ധരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്ലൗസും ഗൂഗിൾസൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് വുഡുകളൊക്കെ കട്ട് ചെയ്യാൻ നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഇത് പൊക്കം കൂടുതൽ ഭയങ്കര ഇത്ര പൊക്കില്ല. ഹായ് ഹലോ ആണോ?
ഹായ് ഹലോ SK ബ്രദേഴ്സിൻ്റെ പുതിയൊരു മിഷൻ എന്ന് പറയുന്നത്